Hi everyone, welcome to my channel. Today I am going to discuss regarding OET reading part C, especially how to deal a reference type question. Let's start. നമുക്കിന്ന് റെഫറൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്യാം. അപ്പോൾ റെഫറൻസ് ആയിട്ട് നമുക്ക് സാധാരണ യൂസ് ചെയ്യുന്നത് ഹി, ഷീ, ഇറ്റ്, ദിസ്, ദാറ്റ്, ദോസ്, ദേ, ദീസ് ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സാണ്. ഇതിനകത്ത് ഹി, ഷീ, ഇറ്റ്, ദിസ് ഇവയൊക്കെയാണ് നമ്മുടെ റെഫറൻസ് ആയിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പ്രീവിയസ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് ആയിരിക്കും. സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ. ഒന്നുകൂടെ പറയാം, ഹി, ഷീ, ഇറ്റ്, ദിസ് ഇവയൊക്കെയാണ് നമ്മുടെ റെഫറൻസ് വേർഡെങ്കിൽ പ്രീവിയസ് സെൻറ്റൻസിലെ സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദേ, ദോസ്, ദീസ് ഇങ്ങനെയൊക്കെയുള്ള വേർഡ്സാണ് വരുന്നതെങ്കിൽ നമ്മുടെ പ്രീവിയസ് സെൻറ്റൻസിൽ പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇത് രണ്ട് രീതിയിൽ ചോദിക്കാം. ഒന്ന് സബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സബ്ജക്റ്റ് ആയിട്ട് ചോദിക്കാം, ചിലപ്പോൾ ഇത് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടും ചോദിക്കാം. അത് നമ്മുടെ ആൻസർ ഓപ്ഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇത് സബ്ജക്റ്റ് ആയിട്ടാണോ ചോദിച്ചിരിക്കുന്നത് അതോ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണോ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് ആൻസർ ഓപ്ഷൻ നോക്കുമ്പോൾ ഓരോ ഓപ്ഷനും ഒരു സബ്ജക്റ്റിൻ്റെ നെയിം ആണ് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് സബ്ജക്റ്റ് ആണെന്ന്. സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അത് വായിച്ച് നോക്കുമ്പോൾ ഒരു ലോങ് സെൻറ്റൻസ് പോലെ. അങ്ങനെയാണെങ്കിൽ പ്രീവിയസ് സെൻറ്റൻസിൽ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, പ്രീവിയസ് സെൻറ്റൻസിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും നമ്മുടെ ആൻസറായിട്ട് വരാൻ ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ദിസ് എന്തിനെ റെഫർ ചെയ്യുന്നു എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് നോക്കുന്നത്. ഇതിനകത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദ സെക്കൻഡ് പാരഗ്രാഫ് ദിസ് റെഫേഴ്സ് ടു, സെക്കൻഡ് പാരഗ്രാഫിൽ ദിസ് എന്നതുകൊണ്ട് എന്താണ് റെഫർ ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് പാരഗ്രാഫിലോട്ട് പോകുന്നു. ഒരു പാരഗ്രാഫിൽ വലിയൊരു പാരഗ്രാഫായിരിക്കും. അപ്പം ദിസ്, ദാറ്റ് ഇവയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ സെൻറ്റൻസ്, അപ്പോൾ ഈ ദിസ് എന്ന് പറയുന്നത് ഹൈലൈറ്റ് ചെയ്തായിരിക്കും തന്നിരിക്കുന്നത്. ഒന്നിൽ അണ്ടർലൈൻ ചെയ്തോ അല്ലെങ്കിൽ ഇൻവേർട്ടഡ് കോമയ്ക്കുള്ളിലോ ആയിരിക്കും ഇത് തന്നിരിക്കുന്നത്. അപ്പം അവിടെ ചെന്നതിന് ശേഷം അതിന് മുന്നിലുള്ള സെൻറ്റൻസ് വായിക്കുക. അതിന് മുന്നിലുള്ള സെൻറ്റൻസ് വായിച്ചിട്ട് നമ്മൾ ചോദിച്ചേക്കുന്ന അനുസരിച്ച് സിംഗുലർ ആണെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിനെയും പ്ലൂറൽ ആണെങ്കിൽ പ്ലൂറൽ സബ്ജക്റ്റിനെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മുടെ ആൻസർ ചൂസ് ചെയ്യുക. അപ്പം ഇവിടുത്തെ ദിസിന് മുന്നിലുള്ള സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് നോട്ട് മീറ്റിംഗ് ദ മിനിമം ഗൈഡ് ലൈൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 150 minutes ഓഫ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് പെർ വീക്ക്. This characterizes between 60 to 70% of Australian population. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ദിസിനെയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ അല്ലേ. അപ്പം പ്രീവിയസ് സെൻറ്റൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ഈസ് ഡിഫൈൻഡ് ആസ്. അപ്പം നമ്മുടെ പ്രീവിയസ് സെൻറ്റൻസിൽ സബ്ജക്റ്റ് ആരാണ്, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി. അത് സിംഗുലർ ആണെന്ന് നമുക്ക് മനസ്സിലായി. എങ്ങനെ, ആ സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് എഴുതിയേക്കുന്ന വേർബ് എന്ന് പറയുന്നത് സിംഗുലർ ആണ് അല്ലേ. ഈസ് എന്നാണ്, ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ഈസ്. അപ്പം ദിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൻആക്ടിവിറ്റി ആണെന്നുള്ളത്. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ ദിസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മുന്നിലുള്ള സെൻറ്റൻസിൽ സബ്ജക്റ്റ് സിംഗുലർ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി. നമ്മളിനി ആൻസർ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ എ ഓപ്ഷൻ ഫിസിക്കൽ ഇൻആക്ടിവിറ്റി അത് തന്നെ നമുക്ക് കിട്ടി. പിന്നെ ബി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ 60 to 70% ഓഫ് ദ ഓസ്ട്രേലിയൻ പോപ്പുലേഷൻ. അപ്പോൾ ഈ 60 to 70% നമുക്ക് എളുപ്പം എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. എന്തുകൊണ്ടാണ് അതെന്ന് പറയുന്നത് ഈ ദിസ് കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദിസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ദിസിന് മുന്നിലായിരിക്കും എപ്പോഴും നമ്മുടെ ആൻസർ വരുന്നത്. ദിസ് കഴിഞ്ഞിട്ട് വരുന്നത് 60 to 70% ഓഫ് ഓസ്ട്രേലിയൻ പോപ്പുലേഷൻ ഒരിക്കലും അപ്പം നമ്മുടെ ആൻസർ ആവത്തില്ല. ബി ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സി എന്ന് പറയുമ്പോൾ 150 minutes ഓഫ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് പെർ വീക്ക്. അപ്പം ഇവിടെ അതൊരു സബ്ജക്റ്റായിട്ടല്ല തന്നിരിക്കുന്നത് അല്ലേ. മിനിമം ഗൈഡ് ലൈൻസ് ഓഫ് അറ്റ്ലീസ്റ്റ് 150 minutes മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസ് അതെന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല നമ്മുടെ സെൻറ്റൻസിനകത്ത് വരുന്നത്. അപ്പം
ഒരു സെൻറ്റൻസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ടെങ്കിൽ എളുപ്പം ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒരു സെൻറ്റൻസിൽ പ്രധാനമായിട്ടും വേണ്ടുന്ന കാര്യം എന്താണ്? സബ്ജക്റ്റ്, വെർബ്, അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ട് നമ്മുടെ വെർബ് ഉണ്ടോ എന്നുകൂടെ നോക്കുക. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ പറ്റും ഇതാണ് ഈ സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ ഫിസിക്കൽ ഇനാക്ടിവിറ്റി കഴിഞ്ഞിട്ട് നമ്മുടെ വെർബ് ഏതാണ്? ഈസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഉറപ്പിക്കാം അവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ ഇനാക്ടിവിറ്റി ആണെന്ന്. ഒരു സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറൂടെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ ഈ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ഇച്ചിരി കൂടെ എളുപ്പമാണ്. അടുത്തത് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. ലെവൽസ് ഓഫ് ആക്ടിവിറ്റിയെ പറ്റി ഇവിടെ നമ്മുടെ ദിസിന് മുന്നിലുള്ള സെൻറ്റൻസിൽ പറഞ്ഞിട്ടില്ല. അപ്പം നമുക്ക് അത് എലിമിനേറ്റ് ചെയ്യാം. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എ ആണ്, ഫിസിക്കൽ ഇനാക്ടിവിറ്റി. അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മളൊക്കെ ചോദിച്ചിരിക്കുന്ന ഇൻ ദ 4th പാരഗ്രാഫ് ദ വേർഡ് ദേ റെഫേഴ്സ് ടു. ഇവിടെ ദേ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം ഇതിൻ്റെ ആൻസർ ഒബ്വിയസ്ലി ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കുമെന്ന്, അല്ലേ? നമുക്ക് ഇവിടെ ദേ തന്നിട്ടുണ്ട്. ദേക്ക് മുന്നിലുള്ള സെൻറ്റൻസ് നോക്കുകയാണ്. അപ്പം അവിടെ ഹവവർ തൊട്ടാണ്, അല്ലേ? ഹവവർ സ്റ്റഡീസ് ഫ്രം ദ UK ആൻഡ് ബ്രസീൽ പബ്ലിഷ്ഡ് ഇൻ ഗാമ സൈക്യാട്രി ആർ ഫ്യൂവലിംഗ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ദ ഒറിജിൻസ് ആൻഡ് ട്രജക്ടറി ഓഫ് ADHD, suggesting not only that it can begin in adulthood, but that there may be two distinct syndromes, adult onset ADHD and childhood ADHD. ഇവിടെ നമ്മൾ ആ സ്റ്റാർട്ടിങ് തന്നെ നോക്കിയേ, സ്റ്റഡീസ് ഫ്രം ദ UK ആൻഡ് ബ്രസീൽ. അപ്പം മിക്കവാറും വരുന്നതെന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വരുന്നത് ആ ഒരു സെൻറ്റൻസിൻ്റെ സ്റ്റാർട്ടിങ്ങിലായിരിക്കും. ഇതിൽ നടുക്ക് വരുന്നതും ഉണ്ട്. അപ്പം നമ്മൾ കെയർഫുള്ളായിട്ട് വായിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്? സ്റ്റഡീസ് ഫ്രം ദ UK ആൻഡ് ബ്രസീൽ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്? സ്റ്റഡീസ് ആണ്. സ്റ്റഡീസ് ഫ്രം ദ UK ആൻഡ് ബ്രസീൽ. അവിടെ വെർബ് വരുന്നത് പബ്ലിഷ്ഡ് എന്നുള്ള വെർബ് വരുന്നുണ്ട്. ഇൻ ഗാമ സൈക്യാട്രി മീൻസ് ഒബ്ജക്റ്റായിട്ട് വരുന്നുണ്ട്. അപ്പം ഇവിടെ എന്താണ്? സ്റ്റഡീസ് ഫ്രം ദ UK ആൻഡ് ബ്രസീൽ എന്നുള്ളതാണ് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആൻസർ ഓപ്ഷൻസിലോട്ട് നോക്കുമ്പോഴത്തേക്ക് സിൻഡ്രോം അല്ല, നമുക്കറിയാം. ക്വസ്റ്റ്യൻസിനെ പറ്റിയല്ല ഇവിടെ ക്വസ്റ്റ്യൻ അല്ല നമ്മുടെ സബ്ജക്റ്റായിട്ട് വന്നത്. സ്റ്റഡീസ് ഉണ്ട്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് C ഓപ്ഷനാണ്. D ഓപ്ഷൻ എന്താണ്? ഒറിജിൻസും അല്ല നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ നമുക്ക് സിംഗുലർ ആണെന്നുണ്ടെങ്കിൽ, ഒരു ഓപ്ഷൻ പ്ലൂറലും ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്കത് പ്ലൂറലുള്ളത് വായിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കും. പക്ഷേ ഇവിടെ അവർ തന്നേക്കുന്നത് 4 അങ്ങനെ തരാറില്ല. ഇവിടെ 4 തന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ പ്ലൂറൽ സബ്ജക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റി സ്റ്റഡീസ് ഫ്രം ദ UK ആൻഡ് ബ്രസീൽ. അപ്പോൾ ഇവിടെ സബ്ജക്റ്റ് ഏതാണ്? പ്ലൂറൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് സ്റ്റഡീസാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് വാട്ട് ഡസ് ദ വേർഡ് ഇറ്റ് ഇൻ ദ 8th പാരഗ്രാഫ് റെഫേഴ്സ് ടു. ഇറ്റ് 8th പാരഗ്രാഫിൽ എന്താണ് റെഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. ഇറ്റിന് മുന്നിലുള്ള സെൻറ്റൻസ് വായിക്കുന്നു. ദ ന്യൂ ടെസ്റ്റ് നോൺ ആസ് ദ ന്യൂറോ സൈക്യാട്രിക് EEG ബേസ്ഡ് അസസ്മെൻറ്റ് എയ്ഡ് സിസ്റ്റം. അപ്പം ദ ന്യൂ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇനി പറയുന്നത് എന്തിനെ പറ്റിയാണ്? ആ ന്യൂ ടെസ്റ്റിനെ പറ്റിയാണ്. അതിന് പറയുന്ന പേരാണ് നോൺ ആസ് ന്യൂറോ സൈക്യാട്രിക് EEG ബേസ്ഡ് അസസ്മെൻറ്റ് എയ്ഡ് സിസ്റ്റം മെഷേഴ്സ് ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ഗിവൺ ഓഫ് ബൈ ദ ന്യൂറോൺസ് ഇൻ ദ ബ്രെയിൻ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഏതാണ്? ഈ ടെസ്റ്റ് അല്ലേ? ന്യൂറോ സൈക്യാട്രിക് EEG ബേസ്ഡ് അസസ്മെൻറ്റ് എയ്ഡ് സിസ്റ്റം. നമ്മുടെ ആൻസർ ഓപ്ഷൻസ് നോക്കിയേ. യെസ്, ആൻസർ ഓപ്ഷൻ എ ഉണ്ട്. NEBA സിസ്റ്റം. അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇൻ ദ 2nd പാരഗ്രാഫ് ദ വേർഡ് ദേ റെഫേഴ്സ് ടു. അപ്പം ഇവിടെ ദേ ആണ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പം ദേക്ക് മുന്നിലുള്ള സെൻറ്റൻസ് നമ്മൾ വായിക്കുകയാണ്. Pool's team noted that because their review included mainly observation data, no firm conclusions could be drawn about the cause and effect, but they said. അപ്പം ദേ എന്ന് പറയുന്നത് ഇവിടെ ആരാണ് ഇവിടുത്തെ നമ്മുടെ പ്രീവിയസ് സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്? പൂൾസ് ടീമാണ്, അല്ലേ? അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് പൂൾസ് ടീമാണ്. ആൻസർ ഓപ്ഷൻ D ആണ് കറക്റ്റ്.
ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ദോസ് റെഫർ ടു? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ദോസ് ആണ്. ദോസ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ദോസിന് മുന്നിലുള്ള പാരഗ്രാഫ് സെൻറ്റൻസ് നോക്കുമ്പോൾ അവിടെ പറയുന്നത് ദ പേഷ്യൻറ്റ് ഷുഡ് ബി ഏബിൾ ടു ചൂസ് ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സ് ടു ബി പ്രസൻറ്റ് ഫോർ സപ്പോർട്ട്. അതൊരു ചെറിയ സെൻറ്റൻസ് ആണ് അല്ലേ. അപ്പം നമ്മൾ അതിനകത്ത് എന്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് നോക്കുക. ആരൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്? പേഷ്യൻറ്റ് ഷുഡ് ബി ഏബിൾ ടു ചൂസ് ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സ്. അപ്പം പേഷ്യൻ്റെ കാര്യം പറയുന്നുണ്ട്, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, ഇത്രയും ആൾക്കാരെ കുറിച്ചുള്ള ആൻസർ ഓപ്ഷൻ നമ്മൾ നോക്കിയാൽ മതി അല്ലേ. അല്ലാതുള്ളതെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഹെൽത്ത് കെയർ സ്റ്റാഫ്, ആ പ്രീവിയസ് സെൻറ്റൻസിൽ ഹെൽത്ത് കെയർ സ്റ്റാഫിനെ പറ്റി ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എ എലിമിനേറ്റ് ചെയ്യാം. ട്രീറ്റ്മെൻറ്റ് എക്സ്പേർട്സിനെ പറ്റിയും ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. ലാംഗ്വേജ് ട്രാൻസ്ലേറ്ററിനെ പറ്റും പ്രീവിയസ് സെൻറ്റൻസിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പേഷ്യൻസ് ആൻഡ് റിലേറ്റീവ്സ് എന്നുള്ളതിനാണ് പേഷ്യൻറ്റ്, ഫാമിലി മെമ്പേഴ്സ് ഓർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ വേർഡ് ദിസ് ഇൻ ഫൈനൽ പാരഗ്രാഫ് റെഫർ ടു? ഇവിടെ ദിസ് എന്തിനെയാണ് റെഫർ ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ദിസിന് മുന്നിലുള്ള സെൻറ്റൻസ് നമ്മൾ വായിക്കുകയാണ്. ഹൗവർ ഡെസ്പൈറ്റ് ദ റെസൊല്യൂഷൻ ഓഫ് ദ RLS symptoms, her depressive symptoms continued. This only serves the further reinforce the need to investigate and treat any associated mood or anxiety disorders in conjunction with the RLS symptoms. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഡെസ്പൈറ്റ് ദ റെസൊല്യൂഷൻ ഓഫ് ദ RLS symptom. ഡെസ്പൈറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു കോംപ്ലക്സ് കണക്ടറാണ്. അപ്പം ഡെസ്പൈറ്റ്, ഓൾദോ ഇവയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് ക്ലോസ് കാണും അല്ലേ, ഡിപ്പെൻഡൻറ്റ് ക്ലോസും ഇൻഡിപെൻഡൻറ്റ് ക്ലോസും. അത് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. അല്ലെങ്കിൽ ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒരു കോംപ്ലക്സ് കണക്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് രണ്ട് ക്ലോസ് കാണും. ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കാണും, ഇൻഡിപെൻഡൻറ്റ് ക്ലോസും കാണും. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു സെൻറ്റൻസിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ അതിനൊരു പൂർണ്ണത നൽകാൻ കഴിയുള്ളൂ. അപ്പം ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിനൊരു അർത്ഥമുണ്ടോ? പോയിരുന്നെങ്കിൽ അതിൻ്റെ ബാലൻസ് കൂടെ പറഞ്ഞെങ്കിൽ നമുക്കതിൻ്റെ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതെന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം ഞാൻ അവിടെ പോയിരുന്നെങ്കിൽ എനിക്കത് വാങ്ങാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം അതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം എനിക്കത് വാങ്ങാമായിരുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് പൂർണ്ണതയുണ്ട്. അപ്പം അതെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ്. മറ്റൊരു സെൻറ്റൻസിൻ്റെ പ്രസൻസിൽ മാത്രമേ ഒരു പൂർണ്ണത കിട്ടുന്നു എന്നുണ്ടെങ്കിൽ അത് ഡിപ്പെൻഡൻറ്റ് സെൻറ്റൻസും പൂർണ്ണത നൽകുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ അതിനെ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് എന്നുമാണ് പറയുന്നത്. അപ്പം ഈ ഡിപ്പെൻഡൻറ്റ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ഒരു ഇതായിട്ട് വരുവാണെങ്കിൽ നമുക്ക് ആൻസർ എന്ന് പറയുന്നത് എപ്പോഴും ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസിലായിരിക്കും. അപ്പോൾ ഇവിടെയാണെന്ന് പറഞ്ഞാൽ ഡെസ്പൈറ്റ് ദ റെസൊല്യൂഷൻ ഓഫ് ദ RLS സിംറ്റംസ് മാറിയിട്ടും എന്ന് പറഞ്ഞു. മാറിയിട്ടും എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയണമെന്നുണ്ടെങ്കിൽ ബാക്കിയൂടെ വായിക്കണം അല്ലേ. ഹർ ഡിപ്രസീവ് സിംറ്റംസ് കണ്ടിന്യൂഡ്, അവളുടെ ഡിപ്രസീവ് സിംറ്റംസ് കണ്ടിന്യൂ ചെയ്തു. അപ്പം അതെന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പൂർണ്ണത നൽകുന്നു, ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മുടെ ആൻസർ വരുന്നതെന്ന് പറഞ്ഞാൽ ഹർ ഡിപ്രസീവ് സിംറ്റംസ് കണ്ടിന്യൂഡ് എന്ന ആ ഒരു സെൻറ്റൻസിൽ നിന്നായിരിക്കും നമ്മുടെ ആൻസർ കിട്ടുന്നത്. ഇനി നമ്മൾ ആൻസർ ഓപ്ഷൻസ് നോക്കുകയാണ്. എ എന്ന് പറയുമ്പോഴത്തേക്ക് ലോ ഡോസ് ഡോപ്പാമിൻ അഗോണിസ്റ്റ് തെറാപ്പി. അപ്പം ആ ഒരു പ്രീവിയസ് സെൻറ്റൻസിനകത്ത് ലോ ഡോസ് ഡോപ്പാമിനെ പറ്റി ഒന്നും തന്നെ പറയുന്നില്ല. അപ്പം നമുക്ക് എ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാം. ബി എന്ന് പറയുമ്പോൾ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ തെറാപ്പീസ് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെ തെറാപ്പീസ് തമ്മിലുള്ള ഡിഫറൻസ് ഒന്നും പറയുന്നില്ല അല്ലേ. അപ്പം ബിയും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദി എൻഡ് ഓഫ് ഹർ RLS സിംറ്റംസ്. എൻഡ് ഓഫ് ഹർ RLS സിംറ്റംസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഡിപ്പെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്. ഞാൻ പറഞ്ഞിരുന്നു ഡിപ്പെൻഡൻറ്റ് സെൻറ്റൻസ് ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസ് കൂടെ വരുമ്പോൾ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസിലായിരിക്കും നമ്മുടെ ആൻസർ എന്ന്. അപ്പം നമുക്ക് സി ഓപ്ഷനും എലിമിനേറ്റ് ചെയ്യാം. ഡി എന്ന് പറയുമ്പോൾ ലിസാസ് അൺറിസോൾവ്ഡ് ഡിപ്രഷൻ. അതിനെ പാരാഫ്രൈസ് ചെയ്താണ് നമ്മുടെ പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്. ഹർ ഡിപ്രസീവ് സിംറ്റംസ് കണ്ടിന്യൂഡ്. ഹർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ലിസയാണ്. അൺറിസോൾവ്ഡ് ഡിപ്രഷനെയാണ് എന്താണ് സിംറ്റംസ്, ഡിപ്രസീവ് സിംറ്റംസ് കണ്ടിന്യൂഡ് എന്ന് പറയുന്നത്. സിംറ്റംസ് കണ്ടിന്യൂഡ് എന്നുള്ളത് റിസോൾവ് ആയില്ല. ഡിപ്രസീവ് സിംറ്റംസ് മാറിയില്ല എന്ന് പറയുമ്പോൾ കണ്ടിന്യൂഡ്. അപ്പം നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്.
ഇനി അടുത്ത ഒരെണ്ണം കൂടെ നോക്കാം. ദ വേർഡ് ദിസ് ഇൻ ദ 5th പാരഗ്രാഫ് റെഫേഴ്സ് ടു. ഇവിടെ ദിസിനെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് പാരഗ്രാഫിലോട്ട് പോകാം. പാരഗ്രാഫിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഓൾദോ എൻകറേജിങ് ഔട്ട്കംസ് മേ ഓൾസോ ഹാവ് ബീൻ ബയാസ്ഡ് ബൈ പേരൻസ് ഒപ്പീനിയൻസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. This indicates that more double-blind, placebo-controlled trials are crucial to enhance the understanding of the effects on ASD patients. ഇവിടെ ഓൾദോ ആണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. കോംപ്ലക്സ് കണക്ടർ, അതായത് ഓൾദോ ഡെസ്പൈറ്റ് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് സെൻറ്റൻസിലാണ് ആൻസർ എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങളൊന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ആൻസർ കണ്ടുപിടിക്കാൻ നോക്കൂ. ഓൾദോ എൻകറേജിങ് ആണെങ്കിലും എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമുക്കൊരു പൂർണ്ണത കിട്ടുന്നില്ല. അതെന്ന് പറയുന്നത് ഡിപ്പെൻഡൻറ്റ് സെൻറ്റൻസ് ആണ്. ഔട്ട്കംസ് മേ ഓൾസോ ഹാവ് ബീൻ ബയാസ്ഡ് ബൈ പേരൻസ് ഒപ്പീനിയൻസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അവിടെ പറയുന്നത് ഇതിൻ്റെ ഔട്ട്കം എന്ന് പറയുന്നത് ബയാസ്ഡ് ആണ്. എന്തുകൊണ്ടാണ്? ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പേരൻസ് ആണ്. എനിക്കൊരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ എഫക്റ്റിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നത് ഞാനായിരിക്കും അല്ലേ. ഞാനത് എൻ്റെ പേരൻസിനോട് പറഞ്ഞു. എൻ്റെ പേരൻസ് അത് നിങ്ങളോട് പറയുമ്പോൾ അവർക്ക് ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണോ മനസ്സിലാവുന്നത്, അവരെന്താണോ മനസ്സിലാക്കിയെടുത്തത് അതായിരിക്കും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആവണമെന്നില്ല അല്ലേ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പിഴവുകൾ പറ്റാം, ബയാസ്ഡ് ആവും. അപ്പം ഇവിടെ പറയുന്നത് ഔട്ട്കംസ് മേ ഓൾസോ ഹാവ് ബീൻ ബയാസ്ഡ് ബൈ പേരൻസ് ഒപ്പീനിയൻസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. ഈ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത് പേരൻസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ മേ ഉണ്ടെന്നല്ല, മേ ഓൾസോ ഹാവ് ബീൻ ബയാസ്ഡ്, ഉണ്ടായേക്കാം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ദിസ് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞിരുന്നു ഇൻഡിപെൻഡൻസ് ക്ലോസിലായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഔട്ട്കംസ് മേ ഓൾസോ ഹാവ് ബീൻ ബയാസ്ഡ് ബൈ പേരൻസ് ഒപ്പീനിയൻസ് ഓഫ് ദ ട്രീറ്റ്മെൻറ്റ്. അവിടെ നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. എ ഓപ്ഷൻ പറയുന്നത് എ വൈഡ് സ്പ്രെഡ് പ്രെജുഡിസ് എന്ന് പറയുമ്പോൾ മുൻവിധി, ഒരു വൈഡ് സ്പ്രെഡ് പ്രെജുഡിസിനെയാണോ ദിസ് എന്ന് പറയുന്നത്? അല്ലല്ലോ. ബി എന്ന് പറയുമ്പോൾ സം കോംപ്രമൈസ്ഡ് ഡേറ്റയെ പറ്റിയൊന്നും അവർ പറയുന്നില്ല. അപ്പോൾ നമ്മുടെ ബി ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാം. സി എന്ന് പറയുമ്പോൾ സം ഓവർ എസ്റ്റിമേറ്റഡ് റിസ്ക്സ്. അപ്പോൾ അവിടെ നമ്മൾ ഒന്നും നോക്കാതെ തന്നെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. എന്തുകൊണ്ടാണ്? റിസ്ക് എന്ന പ്ലൂറലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ദിസ് എന്താണെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി വരുമ്പോൾ എ ലാക്ക് ഓഫ് കോൺക്രീറ്റ് എവിഡൻസ്, അതല്ലേ. കോൺക്രീറ്റ് എവിഡൻസ് ഇല്ല, അതായത് പേരൻസ് ആണ് ഒപ്പീനിയൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം അതിനൊരു എന്താ പറയുന്നത്, കറക്റ്റ് ആവാൻ ചാൻസ് കുറവാണ്. അതായത് പേരൻസ് പറഞ്ഞപ്പോഴത്തേക്ക് ആ ഒപ്പീനിയൻ ബയാസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്നാണ്. അത് തന്നെയാണ് പറഞ്ഞേക്കുന്നത്, പാരാഫ്രൈസ് ചെയ്തേക്കുന്നത് എ ലാക്ക് ഓഫ് കോൺക്രീറ്റ് എവിഡൻസ്. നിങ്ങൾക്ക് ഇത് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഒരു വീഡിയോയും കൂടെ ഞാൻ ഇതേപ്പറ്റി ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പെട്ടെന്നെടുത്ത കുറച്ച് മെറ്റീരിയലിനകത്തുനിന്ന് കിട്ടിയതാണ് ഞാൻ എടുത്തത്. കുറേ കൂടെ മെറ്റീരിയൽസിനകത്ത് നമ്മുടെ സെയിം റെഫറൻസ് വേർഡ്സ് യൂസ് ചെയ്തേക്കുന്നതുണ്ട്. അപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതും കൂടി ഇടുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക്